ഞാനിപ്പോ നമ്മുടെ കോട്ടക്കൽ മെന്റിന്റെ മുമ്പിലാണല്ലേ. എനിക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്, നിങ്ങൾ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കിയാൽ വേഗം വരും. ഹലോ, നിങ്ങൾ ഇവിടുത്തെ ആളല്ലേ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഓക്കെ അല്ലേ? അല്ല, മെന്റ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഹിറ്റ് ആയത്? ഇപ്പോൾ ഈ ഒരു 999 പ്രൈസ് റേഞ്ചിൽ മെന്റ് കൊടുക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മെന്റ് ഇത്രയും പെട്ടെന്ന് ഹിറ്റ് ആയത്. അതൊക്കെ ഓക്കെ. ഈ ഒരു 450 പ്രൈസ് റേഞ്ചിൽ എങ്ങനെയാണ് മെന്റിന് ഇത്രയും ക്വാളിറ്റിയുള്ള ടീഷർട്ട് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്? അത് ഭയങ്കര സിമ്പിളാണ്. കാരണം കേരളത്തിൽ 15 സ്റ്റോറുകളാണ് ഉള്ളത്. കേരളത്തിന് പുറത്തേക്ക് 47 സ്റ്റോറുകളാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ദുബായിലും തുറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് റിസോഴ്സ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും കിട്ടുന്ന ലാഭം അതാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാളും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മെന്റിന് ഇത് കൊടുക്കാൻ കഴിയുന്നത്? അതെന്താ വെച്ചാൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഡയറക്റ്റ് പർച്ചേസിങ്, ഡയറക്റ്റ് ഡിസൈനിങ്, ഡയറക്റ്റ് മെറ്റീരിയൽ ബൈയിങ്, ഈവൻ സ്റ്റോറിലേക്കുള്ള സാധനം വരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ടീമാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ മിഡിൽ മാൻ ആരുമില്ല. ഇപ്പോൾ ഫ്രാഞ്ചൈസിൽ പോലും നമ്മൾ ഡയറക്റ്റ് വഴിയാണ് ബില്ലിംഗ് ചെയ്യുന്നത്. കമ്പനി ഡയറക്റ്റ് വഴിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കസ്റ്റമേഴ്സിന് ഈ പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പകുതി സ്റ്റോറിലേക്ക് ഒരു ഡിസൈൻ കൊടുക്കും, ബാക്കി പകുതി നമ്മൾ വേറെ ഷോറൂമിലേക്ക് കൊടുക്കുക. അതുകൊണ്ടാണ് നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ വേറെ ആരും ടീഷർട്ട് കാണാത്തത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് റീഫില്ലിംഗ് വീക്ക്ലി അല്ല, ഡെയിലി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കളക്ഷൻസും പുതിയ കളക്ഷൻസ് ഡെയിലി വന്നുകൊണ്ട് തന്നെ